എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനിയിലൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ കൊടുക്കുന്ന ഇമേജ് ഇങ്ങനെ കോർപ്പായിട്ട് വരാറുണ്ട്. അപ്പം ബ്ലാങ്ക് ആയിട്ട് എടുക്കുന്ന ആ ഭാഗത്തിനെ നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയുടെ അതേ ബാക്ക്ഗ്രൗണ്ടിലെ കളർ കൊടുക്കുന്ന ടെക്നിക്കാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ തമ്പനയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തമ്പനയിലിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, തമ്പനയിലിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ട ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഫോട്ടോ ഒന്ന് അലൈൻ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ആ ഫോട്ടോ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് ലോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അത് ഇതിനകത്ത് സെലക്ട് ചെയ്യുക. ആ പ്ലസ് ഐക്കനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഇങ്കിൻ്റെയും ഒരു പെന്നിൻ്റെ സിമ്പിളുണ്ട്. അത് ഇങ്കിൻ്റെ ഓപ്ഷൻ എടുക്കുക. നമുക്ക് ഏത് ഫോട്ടോ ആണോ സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ കളർ അവിടെ കോപ്പി ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ കൊടുത്ത ഫോട്ടോയും പിന്നെ ആ ഷേപ്പിൻ്റെയും ഇടയ്ക്കൊരു വരയുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് മാച്ച് കളയാം. അതിനുശേഷം അതിൻ്റെ ഡ്രോ എന്നൊരു ഓപ്ഷൻ കണ്ട് ആ ഡ്രോ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് പെൻസിലിൻ്റെ സൈസ് 30 ആക്കുക, സ്മൂത്ത്നെസ് ഫുള്ളാക്കുക, പിന്നെ ബ്ലർനെസ് ഫുള്ളാക്കുക. ഇത്രയാണ്. പെൻസിൽ സൈസ് 30 ആക്കുക, സ്മൂത്ത്നെസ് ഫുള്ളാക്കുക, ബ്ലർനെസ് ഫുള്ളാക്കുക. അതിനുശേഷം നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പോർഷൻ വരെയാണ് നമുക്കത് കളർ ചെയ്യേണ്ടത് അവിടേക്ക് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെൻസിൽ സൈസ് വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത് നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വീണ്ടും കാണാം.